ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ മലയാള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ആദ്യം കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തും അമ്മായച്ചനും കൂടി ഏത് കൊലകൊമ്പാൻ ശ്രമിച്ചാലും നമ്മളാണ് ഇതിനകത്തുനിന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് സംസാരിക്കുക. പക്ഷേ തന്നെ അലട്ടുന്നത് മറ്റൊരു പ്രശ്നമാണെന്ന് ഇയാൾ ശ്രീകാന്തനോട് പറയുന്നു. ദർശനുമായി ഞാൻ വേദയെ പറ്റി സംസാരിച്ചു എന്നും അവന് വിവാഹത്തിന് സമ്മതിപ്പിക്കുന്ന കാര്യം അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയുക. അച്ഛൻ വേദയോടും സംസാരിച്ചിരുന്നു, അവളും അത് സമ്മതിക്കുന്ന മട്ടല്ല എന്ന് ശ്രീകാന്ത് പറയുമ്പം സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു സംസാരമേ അവൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമ്മളിനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് അമ്മായച്ചൻ പരിപാടിയോട് ചോദിക്കുക. ചില സമയത്ത് തോന്നും നിന്റെ മുത്തശ്ശന് എന്തിൻ്റെ കേടായിരുന്നു എന്ന്. ഇതുപോലത്തെ പണിയൊക്കെ കാണിച്ചു വച്ചത് തൻ്റെ മക്കൾക്ക് തുല്യമായി പങ്കുവയ്ക്കുകയായിരുന്നു എങ്കിൽ അത് ഇന്നതാണെന്ന് മനസ്സിലാക്കാം. ഇതിപ്പോൾ വേദയ്ക്കും അതുപോലെ പിന്നീട് അവളുടെ അവകാശികൾക്കും മാത്രമായിട്ട് എഴുതി വെച്ചത് ഫാക്ടറിയും സ്ഥാപനങ്ങളും അല്ല. എന്നായാലും അവൾക്ക് തന്നെ ചെന്ന് ചേരുമെന്ന് അവൾക്ക് വ്യക്തമായി അറിയാമെന്ന് ശ്രീകാന്ത് പറയുക. ഒരിക്കൽ എൻ്റെ കസേരയിൽ വിക്രത്തെ ഇരുത്താൻ കഴിയുമെന്ന് എന്നെ അവൾ ഭീഷണിപ്പെടുത്തിയതുമാണെന്ന് പറയുമ്പം അവളെ കൊണ്ട് ബലമായി ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചാലോ എന്ന് ചോദിക്കുകയാണ് അച്ഛൻ. അന്നേരം അത്തരം ഉണ്ണാക്കികളൊന്നും അവളുടെ അടുത്ത് ചിലവാകത്തില്ല എന്നും അതുമാത്രമല്ല അച്ഛനുള്ളിടത്തോളം അങ്ങനെ ഒരു ബലപ്രയോഗം സാധ്യമാകുന്ന ഒന്നും അല്ല എന്നും ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുക. എങ്കിൽ പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം അവൻ ആ വിക്രം ജീവനോടെ ഉള്ളതാ അവളുടെ അഹങ്കാരത്തിനെല്ലാം കാരണം. അത് അവസാനിക്കണം. ഏതു പ്രശ്നത്തിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ അവൻ ഒരുത്തനുണ്ട് എന്നുള്ളൊരു ബലമാണ് അവൾക്ക്. ആ താങ്ങിൻ്റെ ബലത്തിലാണ് അവൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. എങ്കിൽ ആ താങ്ങ് ഇല്ലാണ്ടാക്കിയാലോ എന്ന് ചോദിച്ചപ്പം അത് നമ്മൾ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലല്ലോ എൻ്റെ അച്ഛാ എന്ന് മകൻ. നടത്താനായി നമ്മൾ ഓരുമ്പട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അതാണ് കാരണം എന്ന് പറയുമ്പം ശരിയാ, പുളിക്കിനെ ഇല്ലാതാക്കാൻ എടുത്തതുപോലൊരു തീരുമാനം വിക്രത്തിൻ്റെ കാര്യത്തിലും നമ്മൾ എടുക്കണം എന്ന് പറയുമ്പം അത് സംഭവിച്ചാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ ആരും ഇല്ലാണ്ടായി പോകും. വിക്രത്തിൻ്റെ വിധവയായി ജീവിക്കുക എന്നുള്ളതൊക്കെ ഡയലോഗിനൊക്കെ നല്ലതാണ്, ജീവിച്ച് കാണിക്കാനേ അത് വലിയ പാടാച്ചാന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥ അവൾക്ക് വന്നു കഴിഞ്ഞാലേ അതുണ്ടാക്കുന്ന ആ ഒരു സെൻറ്റിമെൻറ്റ്സ് നമുക്ക് അനുകൂലമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ദർശൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പരിതസ്ഥിതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ ദർശൻ മാത്രമായിരിക്കും എന്നുള്ള കാര്യവും പറയാണ്. അവനെ അടുപ്പിക്കാനേ അത് സഹായകമായേക്കും എന്നൊക്കെ പറഞ്ഞപ്പം എങ്കിൽ പിന്നെ ആ വഴി തന്നെ നമുക്ക് പോയാലോ അച്ഛാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇയാളുടെ ഫോണിലേക്ക് കോൾ വന്നു. ഇയാൾ ആ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഹലോ പറയൂ ജോണി എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു. അതെയോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമായി സമയാസമയം എന്നെ അറിയിച്ചേക്കണം, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇയാൾ ഫോൺ കട്ട് ചെയ്തപ്പം വാസവൻ്റെ ജോണിയാണോ എന്ന് ചോദിച്ചു കേട്ടോ ശ്രീകാന്ത്. അതെ, എന്താച്ചാ വിഷയം? വാസവനും ശ്രീനിവാസനും കൂടി ഒരു മീറ്റിംഗ് നടന്നു എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിന് ആകെ ഒരു വെപ്രാളമായി. പുളിക്കൻ്റെ മരണത്തിന് പിന്നിൽ ആരാണെന്നാണ് അവരുടെ അന്വേഷണം എന്ന് പറയുമ്പം നമ്മളെന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പം ഇപ്പോഴില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ നശിച്ചവൻ ഓർമ്മ വന്നാൽ അവനെല്ലാം പറഞ്ഞാൽ പ്രശ്നമാകും എന്ന് പറയാം. ആര്? വിക്രമൻ്റെ കൂട്ടുകാരനെ അനിയൻകുട്ടൻ എന്ന് പറഞ്ഞപ്പോൾ അതിന് അവരുണ്ടായിരുന്നു അവിടെ നിന്ന് ശ്രീകാന്ത് ചോദിക്കുക. അപ്പോൾ ഉണ്ടായിരുന്നിരിക്കണം, ഒരുപക്ഷെ നമ്മൾ അവനെ കാണാത്തതാണെങ്കിലോ എന്ന് ചോദിക്കുമ്പം അവൻ മൊഴി കൊടുത്താലേ തീർന്നില്ലേ കാര്യങ്ങളെന്ന് ചോദിക്കാം. അവനാകെ കിളി പോയൊരവസ്ഥയിലാണെന്നാ പറഞ്ഞത്. പിച്ചും പേയും പറയുന്നത് പോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. ചിലപ്പോൾ പേടിച്ചു പോയതായിരിക്കാമെന്നേ. വല്ലപ്പോഴും അവർ കൊല്ലും എന്നല്ലാതെ ഒന്നും പറയുന്നില്ലെന്നാ പറഞ്ഞത്. അവനെ ശരിയായി ഓർമ്മ തെളിഞ്ഞാലോ, അപ്പം അതിനു മുൻപ് അവനില്ലാതാകണം എന്ന് ഇയാൾ മകനോട് പറയുന്നു. യുദ്ധം പലപ്പോഴും അങ്ങനെയാണ് ശ്രീകാന്തേ. ലക്ഷ്യം ഭേദിക്കാൻ ശ്രമിക്കുമ്പോൾ പാർശ്വഫലമായി ചില മരണങ്ങൾ സംഭവിക്കുമെന്നുള്ള കാര്യം ഇയാൾ പറയുകയാണ്. അങ്ങനെ ഇയാൾ അതിനെയും കൊല്ലുന്ന കാര്യത്തെപ്പറ്റി അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ വേദ താഴേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് പത്രം വായിക്കുവാണ്. അപ്പോൾ അച്ഛൻ വിവരങ്ങളൊക്കെ കേട്ടില്ലേ എന്ന് വേദ ചോദിച്ചു. കേട്ടെന്ന് പറഞ്ഞു. കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ എന്ന് അച്ഛൻ ഇങ്ങനെ മകളോട് പറയാം. അതിൻ്റെ പിന്നിലും എന്നച്ഛൻ പറയുമ്പോൾ വിക്രം ആണെന്നാണോ എന്നച്ഛൻ പറയുന്നതെന്ന് വേദ ചോദിച്ചു. അങ്ങനെയും ചിന്തിക്കാമല്ലോ എന്ന് അച്ഛൻ. ശരിയാണ്, വരുൺ കൊല്ലപ്പെട്ട സമയത്ത് ആ പരിസരത്തില്ലാതിരുന്ന വിക്രത്തെ പ്രതിയാക്കിയവർക്കേ ഇതിലും വിക്രത്തെ എന്തായാലും പ്രതി ചേർക്കാമെന്ന് വേദ പറയാം. അപ്പോൾ വിക്രം ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു എന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ
എന്നോട് മാത്രം അറിയാത്തവർ വേറെ ഇല്ലാത്തത് കൊണ്ടാണെന്ന് വേദ പറയാം. അച്ഛനോട് മറ്റൊരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഇറങ്ങി വന്നതെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. ഞാൻ മടങ്ങുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടേക്കാണെന്ന് ചോദിച്ചേ. അപ്പോൾ വിക്രമൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയുമ്പം വിക്രമൻ്റെ വീട്ടിലേക്കോ? അപ്പോൾ അതേന്ന് പറഞ്ഞു. അതെ, എനിക്ക് വിക്രത്തെ പിരിഞ്ഞിരിക്കാൻ സാധ്യമല്ല എന്ന് ബോധ്യമായി എന്ന് പറയുമ്പം അതിന് വിക്രം അവിടെ ഇല്ലല്ലോ എന്ന് പറയാട്ടോ അച്ഛൻ. ഏതായാലും വിക്രമന് വരാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് വേദ അച്ഛനോട് പറയുന്നു. അച്ഛനത് കേട്ട് അബ്ദം വിട്ടിങ്ങനെ നിൽക്കുക. വരുണിനെ കൊന്നത് വിക്രം അല്ല എന്ന് അറിയാവുന്നത് പുളിക്കനായിരുന്നുവെന്നും ഇപ്പോൾ പുളിക്കനും ഇല്ലാതായെന്ന് വേദ പറയാം. ആ കേസിലെ ഏക ദൃക്സാക്ഷി ഇല്ലാതായതോടെ വിക്രമനെതിരെയുള്ള ആ ഒരു കേസ് കോടതിയിൽ നിലനിൽക്കാൻ പോകുന്നില്ല എന്നുള്ളത് അച്ഛൻ അറിയാമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ വേദ. അതുകൊണ്ട് ഇനി വിക്രം തിരിച്ചെത്തിക്കോളും എന്ന കാര്യവും വേദ പറയുവാണ്. ആ വീട്ടിൽ നിന്ന് നീ തിരിച്ചെത്തിയപ്പോൾ നിന്നെ തിരിച്ചു വിളിക്കാൻ വിക്രമവും സുധാകരനും ഒരു പ്രാവശ്യം വന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴൊന്നും നീ പോയില്ലല്ലോ, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് എനിക്ക് എൻ്റേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വേദ. അന്ന് നീ പറഞ്ഞ കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് അച്ഛൻ പറയുക. എന്നിട്ടും നീ തിരിച്ചു പോകാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അന്ന് നീ വന്നതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം നീ പറഞ്ഞതൊന്നും അല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്ന് അച്ഛൻ മോളോട് ചോദിച്ചു. പിന്നെ പറ, എന്തുകൊണ്ടാ നീ ആ വീട് വിട്ട് അന്ന് ഇറങ്ങിപ്പോന്നതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം അച്ഛൻ വൈകാതെ തന്നെ അറിയുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഇപ്പോൾ അത് പറഞ്ഞുകൂടാ? ഇപ്പോൾ പറയുന്നത് എനിക്ക് സാധിക്കില്ല അച്ഛാ, അതിനുള്ള സമയം ആയില്ല എന്ന് വേദ അച്ഛനോട് പറയുക. അത് അച്ഛനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് വേദ പറയുന്നു. ഞാൻ തന്നെ അത് അച്ഛനോട് പറയും. അതിനു മുൻപേ എനിക്ക് നിയമമുഖേന ചില കാര്യങ്ങൾ ഉറപ്പുവരുത്താനുണ്ടെന്നും അത് ചെയ്യുമ്പോൾ ചിലരുടെ പ്രതികരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മട്ടിൽ രൂക്ഷമാകുന്നത് അച്ഛൻ കാണുമെന്ന് വേദ പറയുവാണ്. അപ്പോൾ എല്ലാം എൻ്റെ അച്ഛന് മനസ്സിലാവുകയും ചെയ്യുമെന്നും വേദ അച്ഛനോട് പറയുന്നേ. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നിൽക്കാൻ പറഞ്ഞ അച്ഛൻ എന്നാ തിരിച്ചു പോകുന്നത് എന്ന് അച്ഛൻ ചോദിച്ചു വേദയോട്. അപ്പോൾ ഏറിയാൽ 2 ദിവസം. അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ടെന്ന് വേദ പറയുക. അതിനുശേഷം അച്ഛനോട് ഞാൻ തന്നെ എല്ലാം പറഞ്ഞോളാമെന്ന് വേദ പറയുന്നു. അപ്പോൾ ഇത്രയും കേട്ടോണ്ടാണ് പത്മ അവിടുന്ന് വരുന്നത്. അപ്പോൾ പത്മ വന്നിട്ട് അച്ഛനോട് എന്താ അവൾ പറഞ്ഞത് ശങ്കരേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ അവൾ മടങ്ങി പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് എന്താ ഇത് പറ്റിയത്? അന്നേരം അവൾക്കാണോ അതോ മറ്റാർക്കെങ്കിലും ആണോ എന്നാണ് എനിക്ക് സംശയം എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമെന്ന് അച്ഛൻ പത്മത്തോട് പറഞ്ഞു. നാട്ടിലെ കേസുകളിലെ പഴുതുകളും തെളിവുകളും വിലയിരുത്തുന്ന ഒരു മിടുക്കൻ കുടുംബത്തിൽ കാണിക്കാൻ കഴിയാതെ പോയോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അച്ഛൻ ഇങ്ങനെ ഇരുന്നിട്ട് അതിനെപ്പറ്റി ആലോചിക്കുകയാണ്. എന്തായാലും ശ്രീകാന്തിൻ്റെ അടിവേര് തോണ്ടാൻ നമ്മുടെ വേദ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് മുറിയിൽ ചെന്നിട്ട് 1-2 ദിവസത്തിനുള്ളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇതെല്ലാം മുൻകൂട്ടി അച്ഛൻ അറിഞ്ഞിരുന്നോട്ടെ എന്ന് കരുതി പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ നിൻ്റെ അച്ഛൻ്റെ നിസ്സാര ബുദ്ധി അല്ല കേട്ടോ വേദ. നീ അവിടുന്ന് പോകുന്നതിൻ്റെ പിന്നിലെ മറ്റു കാരണങ്ങൾ എന്താണെന്ന് ആലോചിച്ചാലേ ആൾ ഈസി ആയിട്ട് നിൻ്റെ ചേട്ടനിലേക്ക് തന്നെ ചെന്നെത്തുമെന്ന് പറയുമ്പം അത് വേണമല്ലോ. അവരെ തമ്മിൽ ഈ വിഷയം സംസാരിക്കണം. ഒരിക്കൽ അച്ഛനും ചേട്ടനും ഒരുമിച്ചായിരുന്നല്ലോ ഇദ്ദേഹത്തിനെതിരെ നിന്നതെന്ന് വേദ പറയുക. ഈ പറഞ്ഞ കളികളിലും അച്ഛൻ്റെ രഹസ്യാനുവാദം ഉണ്ടോ എന്ന് എനിക്ക് അറിയണം എന്ന് വേദ പറയുകയാണ്. വിക്രം ഇവിടെ നിന്ന് പോയി എന്നെ തിരിച്ചു വിളിക്കാൻ വരുന്നതിന് മുൻപ് അതൊന്ന് ഉറപ്പിക്കണമെന്ന് എനിക്ക് തോന്നി എന്നും പറഞ്ഞിങ്ങനെ പറയുക. അതാണ് ഞാൻ അച്ഛനോട് അങ്ങനെ പറഞ്ഞതെന്നും വേദ പറയുന്നു. ശ്രീയേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു സംസാരം എന്തായാലും ഉണ്ടാകുമല്ലോ, നമുക്ക് അപ്പം നോക്കാമെന്ന് വേദ വിക്രത്തോട് പറയണേ. നിന്റെ അച്ഛനും ശ്രീകാന്തുകൾ നടത്തുന്ന കളികളിൽ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വിക്രം അന്നേരം പറഞ്ഞു. പിന്നെ നീ ഇറങ്ങിപ്പോകുന്ന സമയത്തുള്ള ഒരു മനസ്സല്ല ഇപ്പം നിൻ്റെ അച്ഛനുള്ളത്. അന്ന് അച്ഛനും ഞാനും കൂടി നിന്നെ വിളിക്കാൻ വന്നപ്പോൾ വരികയാണെങ്കിൽ നിന്നെ കൊണ്ടുപോകുന്നതിൽ വിരോധം ഇല്ല എന്നുള്ളൊരു സ്റ്റാൻഡായിരുന്നു അച്ഛനെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. വന്ന് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ. ആരൊക്കെയാ എന്തൊക്കെയാ ഉള്ളിൽ കൊണ്ട് നടക്കുന്നതെന്നൊന്നും അറിയാനേ കഴിയുന്നില്ലല്ലോ എന്നും വേദ ഇങ്ങനെ പറയുമ്പം എന്നെ വിശ്വാസമില്ലാതായോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അതിന് നീയും ഞാനും എന്നുള്ള ഭേദമുണ്ടോ നമ്മൾ തമ്മിലെന്ന് ചോദിച്ചു വേദ വിക്രത്തിൻ്റെ മൂക്കെ പിടിച്ചു. അപ്പം നിന്നെ എന്നും പറഞ്ഞു വിക്രം ഇങ്ങനെ വേദയെ പിടിക്കാൻ നോക്കുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ 2 പേരും കൂടി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെ ആയിട്ട് ഒരു പാട്ടും പിന്നെ ചെറിയൊരു റൊമാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് 2 പേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും വേദയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഈ ഫോണിന് വരാൻ കണ്ട സമയം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഫോൺ എടുത്തു വേദ. അപ്പോൾ ജോസഫാണെന്നും പറഞ്ഞ് അത് വിക്രത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു.
അപ്പം ഹലോ വിക്രം, നിങ്ങൾ എപ്പോഴാണ് അവിടുന്ന് പോരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ അനിയൻകേട്ടൻ ഇത്ര പ്രശ്നത്തിലാടാന്ന് പറഞ്ഞു. എന്തു പറ്റിയെന്ന് ചോദിച്ചു കേട്ടോ. പുളിക്കനെ കൊന്നത് അവൻ നേരിട്ട് കണ്ടെന്നാടാ തോന്നുന്നതെന്ന് പറയുമ്പോഴേക്കും വിക്രം ഇങ്ങനെ വേദിയെ നോക്കുക. എന്താ? എടാ, പുളിക്കൻ്റെ കൂടെ അന്ന് അവനും ഉണ്ടായിരുന്നടാ. ഞങ്ങൾ ബോഡി കാണുമ്പോൾ പക്ഷേ അനിയൻകുട്ടനെ അവിടെ കണ്ടില്ല. കുറച്ച് അന്വേഷിച്ചപ്പം അവനൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. പേടിച്ചു വരത്ത് പിച്ചും പേയും പറയുമായിരുന്നടാ എന്ന് പറഞ്ഞു. അവനോട് നിങ്ങൾ സംസാരിച്ചില്ലേ എന്ന് വിക്രം ചോദിക്കുമ്പോൾ, എടാ അതിനവൻ നോർമൽ അല്ലടാ എന്ന് ജോസഫ് പറയുക. അവർ കൊന്നു, വിക്രമനെ കൊല്ലും എന്ന് മാത്രമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പം, എൻ്റെ പേരോ? അതേടാ, അത് കേട്ടപ്പോഴാ ഞങ്ങളന്ന് സംഭവം ഇതിങ്ങനെ അവിടുന്ന് തിരിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ പുളിക്കനെ കൊന്നയാളെ അവൻ കണ്ടിട്ടുണ്ട്. അവർക്ക് നീയുമായിട്ട് എന്തോ കണക്ഷനും ഉണ്ട്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ, അപ്പോൾ പുളിക്കനെ കൊന്നത് അനിയൻകുട്ടൻ കണ്ടു എന്നുള്ളത് പോലീസിനോട് പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലടാ, അതൊന്നും പറഞ്ഞില്ല. എന്നാൽ പിന്നെ നിങ്ങൾ അറിയിക്കണ്ട, അവനെ നിങ്ങൾ കൂടെ തന്നെ നിർത്താൻ വിക്രം പറഞ്ഞു. രാത്രി നമുക്ക് കാണാമെന്നും വിക്രം പറഞ്ഞു. അനിയൻകുട്ടൻ സാക്ഷിയാണെന്ന് പോലീസ് അറിഞ്ഞാൽ അത് ചിലപ്പോൾ പുളിക്കനെ കൊന്നവരും അറിയാനുള്ള സാധ്യതയുണ്ടെന്നും പിന്നെ അത് ചിലപ്പോൾ അവൻ്റെ ജീവനും ആപത്താകുമെന്നും വിക്രം പറയാം. അപ്പോൾ ശരിയടാ, രാത്രി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വേദ എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. ആ സമയത്ത് പുളിക്കനെ കൊന്നവരെ അനിയൻകുട്ടൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു വേദയോട് പറയാം. അപ്പോൾ എളുപ്പമായില്ലേ എന്ന് ചോദിക്കാം കേട്ടോ. പക്ഷേ അവൻ നോർമലായിട്ടല്ല പെരുമാറുന്നതെന്നാണ് പറഞ്ഞതെന്ന് വിക്രം വേദയോട് പറയുക. അപ്പോഴത്തേക്കും വേദയ്ക്ക് മൊത്തത്തിലൊരു സംശയം. എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞു മടങ്ങുന്നു എന്നുള്ള ഒരു സംശയം വേദയ്ക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രീകാന്ത് തിരിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് കയറി വന്ന ശ്രീകാന്ത് ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ആ സമയത്ത് വർഷയും അതുപോലെ കൊച്ചും റൂമിലിരിപ്പുണ്ട്. റൂമിലേക്ക് കയറി വന്നു. വേഗം വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി വന്നു. ഇങ്ങനെയാണെങ്കിലേ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നോളാട്ടോ എന്ന് വർഷ പറയുവാണ്. അപ്പം ഞാൻ പറഞ്ഞു, ശ്രീയേട്ടൻ കേട്ടോ എന്ന് ചോദിച്ചു. നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കണമെന്നല്ലേ, നീ പൊയ്ക്കോ, ആയിക്കോ, ഞാൻ നിങ്ങളും തടസ്സം പറഞ്ഞു എന്ന് ചോദിച്ചപ്പം, അതാണോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? അതല്ലേ ഇപ്പം നീ എന്നോട് പറഞ്ഞത്, ആണോ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാ കാലത്തും അവിടെ തന്നെ നിന്നോളാം. ശ്രീയേട്ടൻ ഇനി ഒരു കാര്യം അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞപ്പം, അങ്ങനെയാണ് വർഷം ഞാൻ പറഞ്ഞത്. നിനക്കവിടെ പോകണമെങ്കിൽ പോയി വരാമല്ലോ എന്ന് ഞാൻ പറഞ്ഞോളൂ. എനിക്കറിയാം, ഇപ്പം പഴയതുപോലെയൊന്നും അല്ല. വന്ന് ഇപ്പം മോനെ നോക്കാൻ പോലും ശ്രീയേട്ടന് സമയമില്ലാതായെന്നൊക്കെ പറയുമ്പം നല്ല കാര്യമായി. നീ എന്ത് വർത്തമാനാണ് വർഷം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സത്യത്തിൽ ഇവന് വേണ്ടിയല്ലേ ഞാൻ ഓടുന്നത് മുഴുവനും എന്നും ശ്രീകാന്ത് പറയുക. അപ്പോഴത്തേക്കും കുഞ്ഞങ്ങോട്ട് വന്നപ്പോൾ ഈ ശ്രീകാന്ത് എടുക്കാൻ നോക്കി. വേണ്ട, ഇപ്പോൾ പറയുമ്പോൾ മാത്രമുള്ള ഈ പുന്നാരിക്കലൊന്നും എൻ്റെ മോന് വേണ്ട എന്ന് പറഞ്ഞു. എടി പൊട്ടിക്കാളി, ഞാനിപ്പോൾ ഈ പെടാപ്പാട് പെടുന്നത് മുഴുവനും നമ്മുടെ മോൻ്റെ ഭാവി ഒന്ന് സെറ്റ് ചെയ്ത് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണെന്നും സംശയം ഉണ്ടെങ്കിൽ നീ നിൻ്റെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാൻ പറയണോ ശ്രീകാന്ത്. ഇവൻ പ്രായമാകുമ്പോൾ ഒരു രാജാവിനെ പോലെ വാഴാനുള്ള ചുറ്റുപാട് ഇവനുണ്ടാവണം. എന്തെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് എന്താ? അവന് സ്നേഹവും പരിഗണനയും വേണ്ട പ്രായത്തിൽ അത് ഉണ്ടാക്കി കൊടുക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. നിന്റെ ഒരു വയസ്സിൽ നിന്നോട് സ്നേഹം കാണിച്ചിരുന്നത് നിന്റെ അച്ഛനാണോ അമ്മയായിരുന്നോ? അവർ രണ്ടുപേരും എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് വർഷ. അതെ, അത് നിന്റെ വിശ്വാസം. പക്ഷെ അത് വെളിവാക്കുന്ന ഒരു കാര്യമെങ്കിലും നിന്റെ ഓർമ്മയിലുണ്ടോ എന്ന് ശ്രീകാന്ത് ചോദിക്കുക. അപ്പോൾ ഒരു വയസ്സുള്ളപ്പോഴത്തെ കാര്യം ആർക്കും ഓർമ്മയുണ്ടാവാനാണെന്ന് ഈ വർഷം ഇങ്ങനെ ചോദിക്കുമ്പം അതാണ്. ആ പ്രായത്തിൽ നമ്മൾ ആരൊക്കെ എടുത്തു, ആരൊക്കെ കൊഞ്ചിച്ചു എന്നെല്ലാം നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവത്തില്ല. എന്നാലേ കുറച്ചുകൂടി വലുതാകുമ്പോൾ നമുക്ക് വേണ്ടി ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാകുമെന്ന് ശ്രീകാന്ത് പറയാം. നിൻ്റെ അച്ഛൻ നിനക്ക് കുട്ടി സൈക്കിൾ വാങ്ങിച്ചു തന്നതിനെ പറ്റി നീ എപ്പോഴും പറയാറില്ലേ? അപ്പോൾ അതെനിക്ക് 4 വയസ്സുള്ളപ്പോഴാണെന്ന് ഈ വർഷ പറഞ്ഞപ്പോൾ, മനുഷ്യൻ സ്നേഹത്തെ ഓർത്ത് വെക്കുന്നത് അവനെ കിട്ടുന്ന സാധനങ്ങളുടെയും അത് തന്ന ആളുകളുടെയും പേരിലാണെന്നും നമ്മളോട് സ്നേഹമില്ലാത്ത ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാചകം എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അയാളെ കൊണ്ട് എനിക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. കുട്ടിക്കാലത്ത് 10 രൂപയുടെ ഒരു ബലൂൺ പോലും എനിക്ക് വാങ്ങിച്ച് തന്നിട്ടില്ല എന്ന്. എന്താ അത് ശരിയല്ലേ? അങ്ങനെയല്ലേ എന്ന് ചോദിക്കാട്ടോ. കളിപ്പാട്ടം വാങ്ങിച്ച് തന്നവർ, ഭക്ഷണം വാങ്ങിച്ച് തന്നവർ, വണ്ടി വാങ്ങിച്ച് തന്നവർ, സ്വത്തുണ്ടാക്കി തന്നവർ, മനുഷ്യരവരെ സ്നേഹിച്ചവരെയൊക്കെ ഓർക്കുന്നതേ എപ്പോഴും അങ്ങനെയാ. അല്ലാതെ കുറെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടൊന്നും ഓർത്ത് വെച്ചുകൊണ്ടല്ല, അറിയാവോ? മോർണിംഗ് വന്നേന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ എടുത്തു. ഇവനെ ഞാൻ വാഴിക്കുന്നന്ന് ഇവൻ രാജാവായിരിക്കും. അന്ന് ഇവന് മനസ്സിലാകും ഇവൻ്റെ അച്ഛൻ ഇവന് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അല്ലടാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ എടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കുന്നു. വർഷ ഇതൊക്കെ കേട്ട് ചിരിക്കുവാണ്. ഇപ്പം നിൻ്റെ പരാതി മാറിയോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ എനിക്ക് പരാതിയൊന്നും ഇല്ല എന്ന് വർഷ. അത്രേ ഉള്ളൂ, നീ പെട്ടെന്നൊരു ചായ ഉണ്ടാക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഷയെ പറഞ്ഞു വിട്ടു. എടി അതെ, വേദയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് മറ്റോ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്നോടൊന്നും സംസാരിക്കാറില്ല, മുഖത്ത് നോക്കി മിണ്ടിയിട്ട് തന്നെ ദിവസങ്ങളായെന്ന് പറയുക. അതെന്താ?
ഹാവോ എനിക്കറിയില്ല, നിങ്ങൾ തന്നെ പോയി അനിയത്തിയോട് ചോദിക്കാൻ പറഞ്ഞു. ആൾക്ക് ആ മുറിയിൽ നിന്ന് ഇറങ്ങാൻ തന്നെ നേരമില്ല. ഏത് സമയം കഥ കടച്ച് അതിനകത്ത് ഇരിപ്പാ. ഇപ്പം മിമിക്രിയും തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മിമിക്രിയോ? ആ അതെ, ഇന്നാളൊരു ദിവസം മുറിയുന്നേ ആണിൻ്റെ ശബ്ദത്തിൽ ഒരു പാട്ട് കേട്ടു. പാട്ടോ? ആ ആന്നേ. ഞാൻ ദീപ്തിയും കൂട്ടി ചെന്ന് നോക്കി. എന്നിട്ടോ? അപ്പോഴല്ലേ അറിയുന്നത് അവൾ പല പല ശബ്ദത്തിൽ പാട്ട് പാടി ശീലിക്കുകയാണെന്ന്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ഇങ്ങനെ നോക്കുക. ബാർ അസോസിയേഷൻ്റെ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി പാടാനാണെന്നാണ് പറഞ്ഞത്. പലതരം വട്ടകളുണ്ട്. അപ്പം നിങ്ങളുടെ പെങ്ങൾക്ക് ഏത് തരത്തിലുള്ള വട്ടാണെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചായ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വർഷ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ വർഷ പോയപ്പോൾ നിന്നേ, ചായ വേണ്ടേ? എനിക്കിപ്പോൾ ചായ വേണ്ട, നീ ഇവിടെ ഇരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രീകാന്ത് നേരെ അവിടുന്ന് വേദയെ കാണാനായിട്ട് പോവുക. വർഷ നേരം കൊച്ചിനെയും കൊഞ്ചിച്ച് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഈ അച്ഛൻ അവിടെ നിന്ന് പത്രം വായിക്കുന്നു. അച്ഛനെ കണ്ടിട്ട് ഒരു നോട്ടം പോലും ഇല്ലാതെ നേരെ വേദയുടെ അടുത്തേക്ക് വെച്ച് പിടിക്കുക ശ്രീകാന്ത്. അപ്പോൾ അച്ഛൻ ഇത് കണ്ടപ്പോൾ ശ്രീകാന്തേ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്താ അച്ഛാ? എനിക്കൊരു കാര്യം നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയാനുണ്ട്, എന്നിട്ട് അതും കൂടെ ചേർത്ത് ഞാൻ അച്ഛനോട് സംസാരിച്ചോളാമെന്ന് പറഞ്ഞങ്ങ് ശ്രീകാന്ത് വലിയ ആൾ കളിച്ച് കയറി പോകുമ്പോഴേക്കും നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞതെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങളുടെ സത്യം എന്താണെന്ന് അറിയണം, അത് നിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുക വേണമെന്ന കാര്യവും അച്ഛൻ പറയണു. അപ്പോഴത്തേക്കും പത്മ അങ്ങോട്ടേക്ക് വന്നു. വിക്രമിനെതിരായി ഞാൻ നീയുമായി ചേർന്ന് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ വേദയെയും വിക്രമനെയും അവരുടെ പാട്ടിനെ വിടാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നുവെന്ന് അച്ഛൻ പറയുക. പുറമേക്ക് അങ്ങനെ ഭാവിച്ചില്ല എങ്കിലും അതായിരുന്നു ശരി, സത്യം. പക്ഷേ നീ അവർക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നല്ലേ എന്ന് അച്ഛൻ ഇവനോട് ചോദിക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് ഇങ്ങനെ പേടിച്ച് നിൽക്കും. വിക്രമനെ ജയിലിലാക്കാൻ നീ ഒരുപാട് ശ്രമിച്ച കാര്യമൊക്കെ എനിക്ക് അറിയാമെന്നും നീ അതിനു വേണ്ടി ഒരുക്കിയ ഒരു കെണിയിലും അവൻ വീണില്ല എന്നും അച്ഛൻ പറയുന്നു. അവസാനം അവൻ്റെ വീട്ടുകാരെയും നീ ടാർഗറ്റ് ചെയ്തു, ശരിയല്ലേ ശ്രീകാന്ത് എന്ന് ചോദിക്കുമ്പം അച്ഛൻ ഇപ്പം എന്തുദ്ദേശത്തിൽ ഇത് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആദ്യം നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാൻ പറഞ്ഞു. അപ്പോൾ ഏത് കാലത്താണെങ്കിലും അവളെ അവനെയും പിരിക്കണമെന്ന് അച്ഛനല്ലേ എന്നോട് പറഞ്ഞത്. എന്താ ഇപ്പം ഇങ്ങനെ ഒരു മനമാറ്റത്തിൻ്റെ കാരണം? അപ്പോൾ എൻ്റെ മനസ്സാദ്യമേ മാറിയതാണ്, ഞാനത് മുൻപ് വ്യക്തമാക്കിയിട്ടും ഉള്ളതാണെന്ന് അച്ഛൻ പറയുമ്പോൾ ഓഹോ ഇപ്പം അങ്ങനെ ആയോ എന്ന് ശ്രീകാന്ത്. ക്രിമിനൽ എന്നാണല്ലോ അവനെ അച്ഛൻ വിളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം എന്താ അവൻ പുണ്യാളനായോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഒരുപാട് ക്രൈമുകളിൽ വിക്രമൻ്റെ പേരും കാര്യങ്ങളും വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവനെ ഞാൻ ക്രിമിനൽ എന്ന് വിളിച്ചിട്ടുമുണ്ട്. പക്ഷേ ഓരോ കേസിലും ഉൾപ്പെട്ടിട്ടില്ല എങ്കിലും ധാരാളം ക്രൈം ചെയ്യുന്ന ക്രിമിനലുകൾ സമൂഹത്തിൽ പിടിക്കപ്പെടാതെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയുകയും ചെയ്യാമെന്നും അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ നോക്കുക നിലത്തോട്ട്. വേദയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വിക്രമിനെതിരെ ഞാൻ അറിയാതെ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അച്ഛൻ മോനോട് ചോദിച്ചു. അതെനിക്ക് ഇപ്പം അറിയണം എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഇവനിങ്ങനെ കള്ളനെ പോലെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും പത്മ അങ്ങോട്ടേക്ക് വന്നു. അപ്പം നീ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? അച്ഛൻ ചോദിച്ചതിന് എന്താണ് മറുപടിയില്ലേ നിനക്കെന്ന് അമ്മ ചോദിക്കുമ്പോഴും ഇവനൊന്നും മിണ്ടാതെ നിൽക്കും. അപ്പോഴത്തേക്കും ദീപ്തി അങ്ങോട്ടേക്ക് വന്നു ഇവരുടെ സംസാരം കേട്ട്. അപ്പോൾ പറ ശ്രീകാന്തേ, നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയടാ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ശ്രീകാന്തിനെ പൊക്കി. അപ്പോൾ ഇവൻ എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷാഭരിതയായിട്ട് ദേ നമ്മുടെ ദീപ്തിയും വന്നിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.